കേരള മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് പിന്നാലെ ഹൈക്കമാൻഡിനെ വിയോജിപ്പ് അറിയിച്ചിരിക്കുകയാണ് മുതിർന്ന കോൺഗ്രസ് നേതാവായ രമേശ് ചെന്നിത്തല. തന്റെ സീനിയോറിറ്റി പരിഗണിക്കപ്പെട്ടില്ലെന്നും അച്ചടക്കം പാലിച്ചിട്ടും അവഗണന മാത്രമാണ് തനിക്ക് ലഭിച്ചതെന്നും രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. നിയമസഭാ കക്ഷിയോഗത്തിൽ പങ്കെടുക്കില്ലെന്ന് അറിയിച്ച ചെന്നിത്തല മന്ത്രിസഭയിൽ ചേരുന്ന കാര്യത്തിലും അവ്യക്തതകൾ ഉണ്ട്. KC വേണുഗോപാലിനും VD സതീശനുമൊപ്പം കേരള മുഖ്യമന്ത്രി പദവിയിലേക്ക് അവസാന നിമിഷം വരെ പരിഗണിക്കപ്പെട്ട നേതാവാണ് രമേശ് ചെന്നിത്തല. 11 ദിവസത്തെ നീണ്ട ചർച്ചകൾക്ക് ശേഷമാണ് VD സതീശനെ കേരള മുഖ്യമന്ത്രിയായി ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കുന്നത്. അതേസമയം വഴുതക്കാട്ടെ വീട്ടിൽ നിന്ന് രമേശ് ചെന്നിത്തല പുറത്തേക്ക് പോയതായും വിവരം വരുന്നുണ്ട്. അദ്ദേഹം ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പോയി എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. അദ്ദേഹം ഇതുവരെ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടില്ല. രാഹുൽ ഗാന്ധിയുമായുള്ള സംഭാഷണത്തിലും തന്റെ വിയോജിപ്പ് അദ്ദേഹം ശക്തമായി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ശ്രീ രമേശ് ചെന്നിത്തല ഗുരുവായൂർ പോയി തന്റെ സങ്കടങ്ങൾ ഉണർത്തിക്കും എന്ന് തന്നെയാണ് തോന്നുന്നത്. കാരണം നാളെ മലയാള മാസം 1-ാം തീയതിയാണ്. ഇടവ മാസം ആരംഭിക്കുന്നത് നാളെയാണ്. ഇപ്പോൾ പതിവായി എല്ലാ മലയാള മാസം 1-ാം തീയതിയും ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തി ദർശനം നടത്തുന്ന ഒരാളാണ് ശ്രീ രമേശ് ചെന്നിത്തല. അതിന്റെ പിന്നിലൊരു കഥയുമുണ്ട്. കോൺഗ്രസിന്റെ പഴയ മുഖ്യമന്ത്രിയും സീനിയർ നേതാവുമായിരുന്ന K കരുണാകരൻ എന്തൊക്കെ തിരക്കുണ്ടെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിലും എല്ലാ മലയാള മാസം 1-ാം തീയതിയും ഗുരുവായൂരിലെത്തി ദർശനം നടത്തുമായിരുന്നു. അതുപോലെ തന്നെ സീനിയർ നേതാവായ രമേശ് ചെന്നിത്തലയും ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇടയ്ക്കൊക്കെ ദർശനം നടത്താൻ എത്താറുണ്ടായിരുന്നു. എന്നാൽ അതൊരു പതിവായുള്ള സന്ദർശനം ആയിരുന്നുമില്ല. എന്നാൽ ഇനി മുതൽ ഇടയ്ക്കൊക്കെ എന്നത് മാറ്റി പതിവായി എല്ലാ മലയാള മാസവും 1-ാം തീയതി ഗുരുവായൂരപ്പനെ കണ്ട് തൊഴണം എന്ന് രമേശ് ചെന്നിത്തല തീരുമാനം എടുത്തത് 2002-ലാണ്. മീനമാസം 1-ാം തീയതി നടത്തിയ ക്ഷേത്ര ദർശനം അതിന്റെ തുടക്കമായിരുന്നു. ഈ പതിവ് പിന്തുടരാനാണ് ശ്രമം എന്നും ഭഗവത് സന്നിധിയിൽ എല്ലാ ദുഃഖങ്ങളും ഇറക്കി വെക്കാനാണ് തന്റെ തീരുമാനമെന്നും രമേശ് ചെന്നിത്തല അന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. K കരുണാകരന്റെ പാത താൻ പിന്തുടരുന്നു എന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. മുഖ്യമന്ത്രി പദം എന്ന മോഹത്തോടെയാണ് രമേശ് ചെന്നിത്തല 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. എന്നാൽ പ്രതിപക്ഷ നേതൃസ്ഥാനം പോലും അദ്ദേഹത്തിന് നഷ്ടമായിരുന്നു. ഇനി രക്ഷ തന്റെ രാഷ്ട്രീയ ഗുരുവായ ലീഡറുടെ ശൈലിയാണെന്ന് അതോടെ രമേശ് ചെന്നിത്തല തീരുമാനിക്കുകയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് എത്ര തിരക്കാണെങ്കിലും എല്ലാ മലയാള മാസവും 1-ാം തീയതി കണ്ണനെ കണ്ട് തൊഴുന്ന കരുണാകരൻ ശൈലി ചെന്നിത്തല കടം എടുക്കുന്നത് എന്നാണ് വിലയിരുത്തൽ. ഗുരുവായൂർ എല്ലാ 1-ാം തീയതിയും പോയിരുന്ന ലീഡർ K കരുണാകരനെ പിൽക്കാലത്ത് രാഷ്ട്രീയത്തിൽ വലിയ തിരിച്ചടിയാണ് നേരിട്ടത്. കേരള രാഷ്ട്രീയത്തിലെ ഭീഷ്മാചാര്യൻ എന്ന നിലയിൽ നിന്നും അവസാനം ഒന്നുമല്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ് അദ്ദേഹം എത്തപ്പെട്ടത്. ആ ഒരു മുൻകരുതൽ രമേശ് ചെന്നിത്തലയ്ക്ക് ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഭരണത്തിൽ പങ്കാളിയായി നല്ലൊരു മന്ത്രിയായി ജനങ്ങളെ സേവിക്കാനുള്ള സുവർണാവസരം കളഞ്ഞു കുളിക്കരുത്. ഒരുപക്ഷെ ജീവിതത്തിൽ ഇതുപോലുള്ള ഒരു അവസരം ഇനി ഉണ്ടാകാനും സാധ്യതയില്ല.